എടയന്ത്രത്ത് പിതാവ് വളർത്തിയെടുത്ത വിമതർ മാർ ബോസ്കോ പുത്തൂർ പിതാവിനെ പറഞ്ഞയച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ നിയമിച്ച മാർ ബോസ്കോ പുത്തൂർ കഴിഞ്ഞ 5 ദിവസമായി അദ്ദേഹത്തിന്റെ അരമന വിട്ട് പുറത്താണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലെ കൂരിയാംഗങ്ങൾ നാട് വിട്ടു പോയിരിക്കുന്നുവെന്നുമാണ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒരു ഗണം ആളുകൾ അരമനയിലേക്ക് വരുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നേരത്തെ സ്ഥലം കാലിയാക്കിയതെന്നാണ് ബോസ്കോ പിതാവ് കത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികരും വിശ്വാസികളും അടങ്ങുന്ന സംഘത്തെയാണ് ഗണമായി ബോസ്കോ പിതാവ് ഗണിച്ചിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഈ ഗണത്തെ ബോസ്കോ പിതാവ് എന്നു മുതലാണ് പേടിച്ചു തുടങ്ങിയെന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാനായിരുന്ന കാലഘട്ടം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരിയായി എത്തുകയെന്നത് ആഗ്രഹിച്ചിരുന്നയാളാണ് മാർ ബോസ്കോ പുത്തൂർ പിതാവ്. അതൊന്ന് സാധിക്കാതെ പോയതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ കയറിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ പദവി. അതിലേക്ക് എത്തുവാൻ കൊടുത്ത ഓഫറുകളൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത പരുവത്തിലാണ് ഗണത്തെ ഭയപ്പെട്ട് ഓടേണ്ടി വന്നത്. അജഗണത്തെ തേടി ഇറങ്ങേണ്ട അജപാലകനായ അഡ്മിനിസ്ട്രേറ്റർ അഥവാ അത്രയും വലിയ ഉത്തരവാദിത്തം മാർപ്പാപ്പയാൽ ഏൽപ്പിക്കപ്പെട്ടയാൾ ഭയപ്പെട്ടോടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാർ ബോസ്കോ പിതാവിനെ പറഞ്ഞയക്കാൻ ഗണത്തെ ഒരുക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ സഹായമെത്രാനും ഇപ്പോൾ മാഠ്യ മെത്രാനുമായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാര കസേരയിൽ എത്തുവാൻ നടത്തിയ സകല കളികളും പരാജയപ്പെട്ട് പുറത്തു പോകേണ്ടി വന്നതിന് ശേഷം അവിടെ അധികാരത്തിന്റെ ഭാഗമായി വരുന്ന സകലരെയും ഓടിക്കുക എന്നത് മാർ എടയന്ത്രത്തിന്റെ കുതന്ത്രമാണ്. അധികാരം പിടിച്ചെടുക്കുവാൻ താൻ ഉപയോഗിച്ച മുഴുവൻ വഴികളും ഇപ്പോൾ അവിടെ വരുന്നവരെ അസ്വസ്ഥതപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി ഇറച്ചി കച്ചവടക്കാർ, ഫ്രഷ് മീൻ കച്ചവടക്കാർ, വജ്ര വ്യാപാരികൾ, സ്വർണ്ണ കച്ചവടക്കാർ, ബേക്കറി കച്ചവടക്കാർ, തുണ്ടുഭൂമികളുടെ ദല്ലാളന്മാർ തുടങ്ങിയ പല വിധത്തിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് കൂടെയുണ്ട്. ഇത്തരം കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹൈവേയിലെ പിടിച്ചുപറിക്കാർ വരെ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. മാവോയിസ്റ്റ്, നക്സൽ, അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾ ഇവരൊക്കെയുമായി മാർ എടയന്ത്രത്ത് പിതാവിന് നേരിട്ടും തന്റെ ബിസിനസ് പങ്കാളികളിലൂടെയും സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം രാജ്യദ്രോഹ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എടയന്ത്രത്ത് പിതാവ് ഇപ്പോഴും സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള തിരക്കഥകൾ രചിക്കുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. വത്തിക്കാൻ പ്രതിനിധിയായി എറണാകുളം ബസലിക്കയിലെത്തിയ മാർ സിറിൽ വാസൽ പിതാവിനെ അപായപ്പെടുത്തുവാനും മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വധിക്കുവാനും കൊട്ടേഷൻ ആളുകളെ ഏർപ്പെടുത്തിയതിന് പിന്നിൽ കുപ്രസിദ്ധരായ ബിസിനസ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവ് സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ നടത്തിയ ഗൂഢാലോചനയാണ് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 7 വർഷമായി നടക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ അട്ടിമറിയുടെ വേറൊരു തരത്തിലുള്ള ഗൂഢാലോചനയാണ് മാർ ബോസ്കോ പുത്തൂർ അരമന വിട്ടുപോയ സാഹചര്യം. സഭയുടെ സംവിധാനത്തോട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വരുത്തിക്കൊണ്ട് സുനഹദോസ് വിരുദ്ധർക്ക് വേണ്ടി പണി ചെയ്യുകയാണ് മാർ ബോസ്കോ പുത്തൂർ പിതാവ്. ഗണമായി വന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഗണം യഥാർത്ഥത്തിൽ എടയന്ത്രത്ത് പിതാവിന്റെ സൃഷ്ടിയാണെന്ന് പറയാം. തീവ്രവാദ ബന്ധമുള്ള ഏതാനും പുരോഹിതരുടെയും ഏതാനും വ്യക്തികളുടെയും നിയന്ത്രണത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അത്തരം തീവ്രവാദ ശക്തികളുമായി ഇടപാടുകൾ നടത്തുന്നതിൽ സ്ഥാനപ്രശ്നമാക്കപ്പെട്ട് പുറത്തേക്ക് പോകേണ്ടി വന്ന മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ഒരു വശത്തും അവസരം കിട്ടിയാൽ അധികാരത്തിലേക്ക് ഓടിയെത്തുവാൻ തക്കം പാർത്ത് അതേ തീവ്രവാദ ശക്തികളുമായി കൈകോർക്കുന്ന മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് നിന്നും അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ നാട് കടത്തലിന്റെ പിന്നിലെ ശക്തികളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത അധികാരം വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു മെത്രാപ്പൊലിത്ത പുറമേ നിന്ന് കൊടുക്കുന്ന പിന്തുണയും മെത്രാൻ കുപ്പായം വല്ലാതെ മോഹിക്കുന്ന സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു വൈദികൻ കൂടി അവർക്ക് കൂട്ടുണ്ട്. അജഗണത്തെ ചേർത്ത് നിർത്തേണ്ടവർ ഗണത്തെ ഭയപ്പെടുന്ന സാഹചര്യം അതിഭീകരമെന്ന് പറയേണ്ടി വരും.